ഹലോ. അങ്ങനെ അകത്ത ബിഗ് ബോസിന് ഒരു തിരശ്ശീല വീണിരിക്കുകയാണ്. ഇനി പുറത്തെ ബിഗ് ബോസ് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കണ്ടസ്റ്റൻസ് വന്ന് അവരുടെ ജിൻഡോ ജയിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതികരണവും ഒക്കെ ചോദിച്ചുകൊണ്ട് നിന്നപ്പോൾ കുറച്ച് കണ്ടസ്റ്റൻസ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനിയും അങ്ങനെ കുറച്ച് തുടങ്ങിയിട്ടുണ്ട് പുറത്തെ ബിഗ് ബോസ്. ഇനി എല്ലാവരുടെയും ഇൻ്റർവ്യൂസ് ഒക്കെ വരുമല്ലോ. ഇപ്പോൾ ഇൻ്റർവ്യൂസ് ഒക്കെ വരുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പറയും. പിന്നെ ഈ പറയുന്ന കണക്ക് ജാസ്മിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇൻ്റർവ്യൂസൊക്കെ കാണും. അപ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ വരും. പിന്നെ സീക്രട്ട് ഏജൻറ്റ് ഈ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ പറയണം, വെളിപ്പെടുത്തണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനി എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇനി പുറത്ത് വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഒരു കുറച്ച് നാൾ, ഒരു 3-4 മാസം കൂടി ഇതൊന്ന് കറങ്ങി നിൽക്കും. അത്ര നിൽക്കുമോ അതോ ഇനി അതിൽ കൂടുതൽ പോകും നമുക്ക് കണ്ടറിയാം. അപ്പോൾ എന്താണെന്നിരിക്കുകയാണ്. ഇപ്പോൾ ജിൻഡോ എന്തായാലും ഇന്നലെ വന്ന് എയർപോർട്ടിൽ ഇറങ്ങി ഭയങ്കര വലിയ സ്വീകരണമൊക്കെ ആയിരുന്നു. ഇന്നലെ എയർപോർട്ടിൽ ഭയങ്കര ആൾക്കാരായിരുന്നു. കാരണം എല്ലാ കണ്ടസ്റ്റൻസും ഒരേ സമയത്തൊക്കെയാണ് വന്നത്. നല്ല അർജുൻ്റെതായിട്ടുള്ള ഫാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അഭിഷേകിനും ഒക്കെ സ്വീകരണം കിട്ടി. ജിൻഡോയ്ക്ക് പക്ഷേ ഭയങ്കര നല്ലൊരു ആൾക്കൂട്ടം കാര്യങ്ങളും ഭയങ്കര ഇതൊക്കെ ഉണ്ടായിരുന്നു. ജിൻഡോയെ സ്വീകരിക്കാൻ വേണ്ടി റോബിനൊക്കെ എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ജിൻഡോയുടെ നാട്ടിലുമൊക്കെ ഭയങ്കര സ്വീകരണവും റാലിയും കാര്യങ്ങളും പരിപാടികളൊക്കെ ആയിട്ട് നല്ല ഒരു ഓളം ഉണ്ടായിരുന്നു ഇന്നലെ. അപ്പം അങ്ങനെ ഇരിക്കെ ഈ ജിൻഡോ ജയിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ എല്ലാവരും ചോദിക്കുമല്ലോ, ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനൊക്കെ അടുത്തൊക്കെ ഈ ഓരോരുത്തർ പോയി ചോദിക്കുമല്ലോ എന്താണ് അഭിപ്രായം എന്നുള്ള രീതിയിൽ ചോദിക്കുന്നതിനിടയിൽ ബാക്കി എല്ലാവരും നല്ലത് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ രണ്ടുപേരൊഴികെ, രണ്ടുപേർ ആരൊക്കെയാന്ന് വെച്ചാൽ സിജോയും നോറയാണ്. അവർ രണ്ടുപേരും ഇപ്പോഴും എന്ന് വെച്ചാൽ ഒരാൾ എല്ലാ സീസണിലും ഇപ്പോൾ നമുക്കറിയാം, ഒരാൾ ജയിക്കുമ്പോൾ എന്തായാലും അതിലുള്ള ബാക്കി എല്ലാ കണ്ടസ്റ്റൻസിനും ഒരേപോലെ താല്പര്യവും ഇഷ്ടവും വരണമെന്നില്ല. എന്തായാലും ഇഷ്ടക്കേടുകൾ വരാം. കാരണം അവരാഗ്രഹിച്ച കണ്ടസ്റ്റൻ്റ് ആയിരിക്കത്തില്ല. ചിലപ്പോൾ അവർക്ക് ജയിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനും കാണും. പിന്നെ അതുകൂടാതെ അവരാഗ്രഹിച്ച കണ്ടസ്റ്റൻ്റ് ജയിക്കാത്തതിൻ്റെ ഒരു ഇതും കാണും. പിന്നെ ഒട്ടും ജയിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ജയിച്ചാലുള്ളൊരു ഒരു ഫീല് കാണുമല്ലോ. അതാണ് ഇവർക്ക് നമുക്ക് എവിഡൻ്റ് ആണ്. കാരണം സിജോയ്ക്ക് ജിൻഡോയെ കണ്ടുകൂടാ, നോറയ്ക്ക് ഒട്ടും കണ്ടുകൂടാ. അപ്പോഴത്തേക്ക് അങ്ങനെ ഇരിക്കെ ജിൻഡോ ജയിച്ചതിൻ്റെ ഭാഗമായിട്ട് അവരുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുമ്പോൾ സിജോ ആയാലും നോറ ആയാലും പറയുന്നത് ജിൻഡോ PR ചെയ്തിട്ടാണ്. ജിൻഡോ ഇപ്പോൾ സിജോ അടുത്ത് ഒരു ഇൻ്റർവ്യൂ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ അടുത്ത സീസണിലേക്ക് വരുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രിപ്പറേഷൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സിജോ പറഞ്ഞു നല്ലൊരു PR വർക്ക് വേണം. PR വർക്ക് വേറെ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ PR വർക്ക് സെറ്റ് ചെയ്തിട്ട് അകത്തേക്ക് കയറിയാലാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അതേപോലെ നോറയും പറഞ്ഞതാണ്. നോറ ഇപ്പോൾ ജിൻഡോയുടെ പെർഫോമൻസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നോറയും പറഞ്ഞത് PR ഒക്കെ ഉണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ PR എന്ന് പറയുന്ന ഇപ്പോൾ ജിൻഡോയ്ക്ക് PR ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയണം. പക്ഷേ എനിക്ക് തോന്നുന്നു കറക്റ്റ് ഓഡിയൻസിൻ്റെ സപ്പോർട്ടിൽ നിന്നാണ് പുള്ളിക്കാരൻ ജയിച്ച് കയറിയത്. പുള്ളിക്ക് പക്ഷേ പുള്ളി ഒരു സെലിബ്രിറ്റി ട്രെയിനർ ആയതുകൊണ്ട് കൂടി തന്നെ പുള്ളിക്ക് ഒരുപാട് സെലിബ്രിറ്റീസിനെ അറിയാം. അതുകൊണ്ട് ഒരുപാട് ഇപ്പോൾ ഈ നമുക്ക് പറയാം ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് പുള്ളിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, ഒരുപാട് സെലിബ്രിറ്റീസ് പുള്ളിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെ സ്റ്റോറിയും പോസ്റ്റും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പുള്ളിയുടെ ഒരു കണക്ഷൻ വെച്ചിട്ടാണ്. അതിനെയൊക്കെ PR എന്ന് വിളിക്കണമെങ്കിൽ പിന്നെ എല്ലാം PR എന്ന് വിളിക്കേണ്ടി വരും. പക്ഷേ അൾട്ടിമേറ്റ്ലി PR എന്ന് പറയുന്ന ഒരു പുഷ് മാത്രമാണ്. ഇപ്പോൾ ജിൻഡോ അവിടെ ഒന്നും ചെയ്യാതെ ഇപ്പോൾ ഈ ബാക്കി പറയുന്ന പോലെ ഇപ്പോൾ ഈ സിജോയെ പോലെ അല്ലെങ്കിൽ നോറയെ പോലെ നെഗറ്റീവ് ഗെയിം ആയിരുന്നു. ഇപ്പോൾ സിജോ എന്നൊക്കെ പറഞ്ഞാൽ പുള്ളിക്കാരൻ ഈ ഒരു ഓക്കെ ആയിട്ടുള്ള ഒരു പ്രശ്നത്തിന് മുമ്പും ഡയലോഗ് അടി മാത്രമേ ഉള്ളായിരുന്നു, അതിന് ശേഷവും ഡയലോഗ് അടി മാത്രമേ ഉള്ളായിരുന്നു. പുള്ളി ഈ ഡയലോഗ് അടി നിർത്തിയിട്ട് ഈ പറയുന്ന ഒരു 3-1 പുള്ളി ചെയ്തിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാക്കി പുള്ളിക്ക് കയറി വരായിരുന്നു. പക്ഷേ പുള്ളി ഒന്നും ചെയ്യില്ല. അവസാനം വരെയും ഡയലോഗ് അടിച്ച് പോയിട്ട് ഏറ്റവും അവസാനം പോയി ഒരു കോമ്പോയിലും വിട്ടുപോയി. മൊത്തത്തിൽ അവിടെ പടലം 3G ആയ അവസ്ഥയാണ് സിജോയ്ക്ക് ഉണ്ടായത്. പിന്നെ നോറ ആകും തൊട്ടേ നെഗറ്റീവ് ഗെയിമാണ്. പുള്ളിക്കാരത്തി ഇപ്പോൾ റിയലൈസ് ചെയ്തു. കാരണം ഇപ്പോൾ റീഎൻട്രി സമയത്ത് പുള്ളിക്കാരത്തി തന്നെ ഒന്ന് പറയുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞില്ല, സൗണ്ട് എൻ്റെ അടുത്തൊന്ന് കുറയ്ക്കാൻ പറഞ്ഞ് ഞാൻ കുറച്ചേനേയുള്ളൂ. കാരണം പുള്ളിക്കാരത്തേക്ക് തന്നെ ഇറങ്ങിയപ്പോൾ മനസ്സിലായി പുള്ളിക്കാരത്തിയുടെ ഭയങ്കര ഇറിറ്റേറ്റിംഗ് വോയിസ് ആണെന്നുള്ളത്. കാരണം നോറയ്ക്ക് ഭയങ്കര ഹൈ പിച്ച് വോയിസ് ആണ്. പുള്ളിക്കാരത്തി പയ്യെ സംസാരിക്കാൻ പുള്ളിക്കാരത്തിക്ക് പറ്റത്തില്ല. ഒന്ന് എടുത്താൽ അപ്പോഴാണ് ഭയങ്കര ശബ്ദമാണ്. അപ്പോൾ അങ്ങനെ രണ്ടുപേരും നെഗറ്റീവ്. അപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ അപ്പോൾ PR എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ മാത്രമേ ഇപ്പോൾ ഇൻ കേസ് PR ഉണ്ടെങ്കിൽ പോലും PR ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഇട്ട് റീൽസ് ഇറക്കുകയോ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു കോണ്ടന്റ് വേണം. ഇപ്പോൾ ഒരു കോണ്ടന്റും ഇല്ലാതെ ഒരാളെ എങ്ങനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും? കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ PR കൊണ്ട്. പിന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ബിഗ് ബോസ് പോലും കാണാതെ, മീൻസ് എപ്പിസോഡൊന്നും കാണാതെ കുറേ ആൾക്കാർ വോട്ട് ചെയ്യുന്ന ആൾക്കാർ കാണും. അവരൊക്കെ ചിലപ്പോൾ ഈ PR വെച്ചിട്ടൊക്കെ ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം. അതും ഇൻ കേസാണ്. പക്ഷേ ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ബിഗ് ബോസ് എപ്പിസോഡ്സ് എല്ലാം കാണുന്നവർ ഒരിക്കലും PR വെച്ച് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർക്ക് ഓരോരോ എപ്പിസോഡ് കാണുമ്പോൾ അവർക്കൊരു ഫാൻ ഫേവറേറ്റ് അല്ലെങ്കിൽ അവർക്കൊരു ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് വരും. അവർക്കേ വോട്ട് ചെയ്തോളൂ. ഈ PR ഒന്നും ഒരു ഘടകമേ അല്ല. ഇവർ ഈ പറയുന്നതാണെങ്കിൽ PR കൊണ്ട് ജയിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവരും അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും PR എന്ന് വിളിക്കേണ്ടി വരും. കാരണം PR എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പുഷ് മാത്രമാണ്. നമ്മൾ ഒരാളെ പോലെ ഇപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഉണ്ട്. എല്ലാവരും അവരുടേതായിട്ടുള്ള റീൽസും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇടുന്നതാണ്. ഓരോരോ ഹൗസിനകത്ത് നടക്കുന്ന ഓരോരോ കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കയറ്റി വിട്ട് ഓരോന്നൊക്കെ ട്രെൻഡിങ് ആക്കുന്നതൊക്കെയാണ്. അപ്പോൾ ഇതിനെ PR എന്ന് വിളിക്കാനാണെങ്കിൽ അങ്ങനെ
പിന്നെ നമുക്ക് എല്ലാത്തിനും പി ആർ വിളിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ പി ആർ വെച്ച് ജയിച്ചത് എന്ന് പറയുന്നത് വെറും ഒരു എന്താ പറയുക, അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും പുള്ളിയുടെ ഒരു സക്സസ് അല്ലെങ്കിൽ പുള്ളി ജയിച്ചതെന്നുള്ളത് അവർക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഒന്ന് പറയണമല്ലോ, അതുകൊണ്ട് പി ആർ എന്ന് പറയുന്നത് ആകാം. പക്ഷെ അവർ പറഞ്ഞോട്ടെ, കാരണം അത് അവരുടെ ഒരു ഇതാണ്. നമ്മൾ അറ്റ്ലാസ്റ്റ് ഗെയിം എന്തായാലും കഴിഞ്ഞ് നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. പിന്നെ നമുക്ക് പറ്റിയ തെറ്റുകൾ മനസ്സിലാക്കണം. ഇപ്പോൾ സിജോ ഇപ്പോഴും പറയുന്നത് സിജോയ്ക്ക് മനസ്സിലായിട്ടില്ല, സിജോയ്ക്ക് അല്ലെങ്കിൽ ഞാൻ വലിയ സംഭവമാണെന്ന് പറഞ്ഞു. ഇപ്പോഴും പുള്ളിക്ക് മനസ്സിലാവുന്നില്ല. പുള്ളി ഡയലി കൂടി മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. ഒന്നും ഗെയിം കളിക്കും എന്ന് പറഞ്ഞ് ഇപ്പം ഞാൻ മലമറിക്കും, ഞാൻ എല്ലാവരും കത്തിക്കും, കാട്ടുതീ പടർത്തും എന്നൊക്കെ പറഞ്ഞിട്ട് നനഞ്ഞ പടക്കമായിട്ട് പോയി പുള്ളിക്കാരൻ. അത് പുള്ളിക്കാരൻ റിയലൈസ് ചെയ്യുന്നില്ല. അത് റിയലൈസ് ചെയ്താൽ പുള്ളിക്കാരൻ പകുതി പ്രശ്നം തീരുമെന്ന് തോന്നുന്നു. നോറയുടെ പ്രശ്നം തീരാൻ പോകുന്നില്ല. നോറ ബേസിക്കലി അങ്ങനത്തെ ഒരു ടൈപ്പ് ക്യാരക്ടറുള്ള ഒരു വ്യക്തിയാണ്. എന്തായാലും നോറ ജിൻഡോ ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല. അപ്പം വെറുതെ അതിൻ്റെ പറയാൻ പോയിട്ട് കാര്യമില്ല. പിന്നെ ഇനി ഒരു ഇതെന്ന് വെച്ചാൽ അഭിഷേകിൻ്റെ ഭാഗത്തുനിന്നൊരു റിയാസ് സലീമിനൊരു കൊട്ട് വന്നായിരുന്നു. പുള്ളിയുടെ വീട്ടിൽ എത്തിയിട്ടാണെന്ന് തോന്നുന്നു. പുള്ളിയുടെ കൂട്ടുകാരും ഒക്കെ ഇരുന്നപ്പോഴത്തേക്ക് ഒരു ബൈറ്റിന് വേണ്ടി ആരോ ഇൻ്റർവ്യൂ ചെയ്തപ്പോഴത്തേക്ക് റിയാസ് സലീമിന് നല്ലൊരു കൊട്ടാനാണ് അഭിഷേക് കൊടുത്തത്. അപ്പോൾ അഭിഷേകിൻ്റെ കാര്യം പറഞ്ഞാൽ അഭിഷേക് പ്രത്യേകിച്ച് ഗെയിമൊന്നും കളിച്ചിട്ടില്ല. നമുക്ക് അങ്ങനെ ബിഗ് ബോസിൻ്റെ അകത്തെ ഗെയിം വെച്ചിട്ട് പറയാനാണെങ്കിൽ പുള്ളി വലിയ ഗെയിമൊന്നും കളിച്ചിട്ടില്ല. പുള്ളി വന്നപ്പോൾ ഒരു സാധനം എടുത്തിട്ടു, അതിനകത്ത് കുറച്ചൊരു ഫാൻസ് വന്നു. ആ ഒരു ഫാൻ ബേസ് വെച്ചിട്ട് പുള്ളി പിന്നെ ഉള്ള എവിക്ഷനൊക്കെ ഒന്ന് കയറിപ്പോയതാണ്. പിന്നെ പുള്ളിക്കാരൻ അകത്തൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. കാരണം പുള്ളിയായിട്ട് തന്നെ നിൽക്കുമായിരുന്നു. പുള്ളി ഭയങ്കര നാച്ചുറലായിട്ട് ഒരു ഫേക്ക് ഒന്നും ആവാതെ പുള്ളി അത് നമുക്ക് എവിഡൻ്റാണ്. എന്തെങ്കിലും ഗെയിം കളിച്ചാലേ നമുക്ക് ഫേക്ക് എന്ന് പറയാൻ പറ്റും. പുള്ളി ഒന്നും ചെയ്തില്ല. പുള്ളി ഈ സമയത്ത് സോഫയിൽ ഇരുന്ന് ടാസ്ക് വരുമ്പോൾ മാത്രം കളിച്ച്. പിന്നെ ആകെപ്പാടെ പുള്ളിയുടെ വന്ന് പറയാനാണെങ്കിൽ ടിക്കറ്റ് ഫിനാലെ ജയിച്ചത്. പക്ഷേ ആ ടിക്കറ്റ് ഫിനാലെയും ഗ്രൂപ്പ് കളിച്ചാണ് ജയിച്ചത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പുള്ളിയെക്കുറിച്ച് വലിയ പോസിറ്റീവ് അറിയില്ല. പക്ഷെ എന്നാലും റിയാസ് സലീമിൻ്റെ എതിരെ പറഞ്ഞത് എന്തായാലും കാര്യമായി. കാരണം റിയാസ് സലീം എപ്പോഴും ഉള്ളതാണ്. എല്ലാ സീസണിലും ടോക്സിക് എന്നുള്ള ഒരു വാക്ക് നോക്കി പിടിച്ചുകൊണ്ട് പുള്ളിക്കാരൻ അങ്ങ് വരും. പുള്ളി എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നത് നമുക്ക് ഇപ്പോഴും പറയുന്നില്ല. അതിനെപ്പറ്റി ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം റിയാസ് സലീമിൻ്റെ കാര്യങ്ങളെ പറ്റി. അപ്പോൾ എന്തായാലും ഇതാണ് ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ. ഇനിയും ഒരുപാട് റെസ്പോൺസുകളും ഇൻ്റർവ്യൂ ഒക്കെ വരുമ്പോഴത്തേക്ക് ഇനിയും കുറേ കാര്യങ്ങളൊക്കെ പൊങ്ങി വരും. പിന്നെ അതേപോലെ തന്നെ ഇപ്പോഴും ചോദ്യചിഹ്നമായിട്ട് കിടക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. എന്ന് വെച്ചാൽ ഈ ബിഗ് ബോസിൻ്റെ പിന്നണി പ്രവർത്തകർ അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ. ഇപ്പം തന്നെ വോട്ടിൻ്റെ ഭയങ്കര വലിയ തോതിൽ ഇതായതാണ് ഈ സിസ്റ്റം വോട്ട്. ഇപ്പോൾ എനിക്കും ഇൻ്റേണൽ ഇൻഫർമേഷൻ കിട്ടിയതാണ്, അത് ട്രസ്റ്റഡ് സോഴ്സസ് തന്നെ കിട്ടിയതാണ്. പക്ഷേ ഇവരുടെ ഫിനാലെ വന്ന് പറയുന്നുണ്ടായിരുന്നു ഭയങ്കര ട്രസ്റ്റഡ് ആയിട്ടുള്ള ഭയങ്കര ആരൊക്കെ എന്തോ ഗ്രാൻഡ് ഒന്നും കറക്റ്റ് പേര് ഞാൻ ഓർക്കുന്നില്ല, ഭയങ്കര വോട്ടിംഗ് ഒക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല, അതായതാന്നുള്ള രീതിയിലൊക്കെ കറക്റ്റ് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും അവരത് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി അത് എനിക്ക് ഇത്രയും പുറത്ത് ഇങ്ങനെ ഒരു തികച്ചും എന്തായാലും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പുറത്ത് ഇങ്ങനെ ഈ ബിഗ് ബോസിൻ്റെ ഈ ഒരു വോട്ടിങ്ങിനകത്ത് വരുന്ന കൃത്രിമത്വം ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്തായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ എല്ലാ ആഴ്ചത്തെയും വോട്ടുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കാണിക്കുകയും ഫിനാലയുടെ വോട്ടും എല്ലാം. കാരണം കഴിഞ്ഞ സീസണിൽ അങ്ങനെ ഫിനാലയുടെ വോട്ടൊന്നും കാണിച്ചില്ല. അപ്പോൾ ഈ സീസണിൽ അങ്ങനെ വോട്ടുകൾ കാണിക്കുകയും ഓരോ ആഴ്ചയിലെല്ലാം കാണിച്ച് കയറി വരുന്ന എനിക്ക് തോന്നുന്നു. അർജുൻ എനിക്കിപ്പോഴും അറിയാൻ പറ്റും. കാരണം അർജുനും ഈ ശ്രീതും ഒക്കെ ഭയങ്കര ബിഗ് ബോസ് എന്നൊരു ഷോയ്ക്ക് ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്റ്റാണ്. ഇപ്പോൾ ആ ഒരു വോട്ടിങ് നമ്മൾ നോക്കുമ്പോൾ ശ്രീധുവിനൊക്കെ ഭയങ്കര വോട്ട്, ശ്രീധുവിനും അർജുനാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി. ആ ഒരു ജിൻഡോയും മറ്റു വേറെ ആരും ഇല്ലാത്തൊരു വീക്കിൽ അർജുന് 62% വരെ വോട്ട് കിട്ടി. പിന്നെ അവസാനം വരെ നോക്കുമ്പോൾ ജിൻഡോ ഇവരെല്ലാം നോമിനേഷൻ ഉള്ളത് ജിൻഡോ അർജുൻ ജാസ്മിൻ എന്നുള്ള രീതി തന്നെയാണ് വന്നത്. ജിൻഡോ ഫസ്റ്റ്, അർജുൻ സെക്കൻഡ്, ആ ഒരു രീതി തന്നെയാണ് വോട്ടിംഗ് മൊത്തം വന്നത്. അപ്പോൾ ഇങ്ങനെ ഒരാൾക്ക് വോട്ട് കിട്ടുമ്പോൾ ഇത് ഇനി വരുന്ന കണ്ടസ്റ്റൻസ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇത്രയും സേഫ് ഗെയിം. കാരണം ഇപ്പം നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഈ ടോപ്പ് 5 ഈ ജിൻഡോയും ജാസ്മിനും മാത്രമാണ് കളിച്ചിട്ടുള്ളത്. മീൻസ് ലൈക്ക് ഗെയിം കളിച്ച് ഒരുപാട് കോണ്ടന്റ് ഉണ്ടാക്കി ടോപ്പ് 5 വരെ എത്തിയത് ഇവർ രണ്ടുപേരും മാത്രമാണ്. ബാക്കി 3 പേരും വെറുതെ കയറിയതാണ്. ഞാനുള്ള കാര്യം പറയാമല്ലോ. കാരണം ഋഷി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേ അഭിഷേകും അർജുനും. ഋഷി പിന്നെയും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇപ്പോൾ അപ്സരയായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ പുള്ളി പറയുന്ന കണക്ക് ഒരു പുള്ളി ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഗെയിമിന് ഫിറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അഭിഷേക് കയറാൻ ഒട്ടും യോഗ്യനല്ല. ഞാനുള്ള കാര്യം ഉള്ളതുപോലെ പറയാം. കാരണം അഭിഷേക് ടോപ്പ് 5 ഒട്ടും അറിയിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ടിക്കറ്റ് ഫിനാലിൽ ഇല്ലായിരുന്നെങ്കിൽ മിക്കവാറും അതിന് മുന്നുള്ള വീക്കിൽ ചിലപ്പോൾ അഭിഷേക് എവിക്റ്റായി പോകാനുള്ള ചാൻസ് കൂടുതലായിരുന്നു. പക്ഷേ ടിക്കറ്റ് ഫിനാലെ കിട്ടിയ കാരണം പുള്ളി ടോപ്പ് 5 കയറി. പക്ഷേ അഭിഷേക് ഒന്നും ചെയ്തില്ല. കാരണം ഒരു ബിഗ് ബോസ് ഗെയിമർ എന്നുള്ള രീതിയിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പുള്ളിക്കാരൻ വെറുതെ ഇരിക്കുമായിരുന്നു അവിടെ ഫുൾ ടൈം. പിന്നെ അതേപോലെ തന്നെ അർജുൻ ഇപ്പോൾ നമുക്ക് അവസാനം ഒരു ജേണി എന്ന് പറഞ്ഞൊരു വീഡിയോ കാണിക്കുമല്ലോ. ഇപ്പോൾ ജിൻഡോയുടെയും അർജുൻ്റെയും വീഡിയോ ആണ് ഏറ്റവും അവസാനം കാണിച്ചത്. അപ്പോൾ അതിനകത്ത് തന്നെ ഭയങ്കര എവിഡൻ്റ് ആണ്. അപ്പം അങ്ങനെ അർജുൻ തന്നെ ഇപ്പോൾ തന്നെ പുള്ളിക്കാരൻ ഫുള്ളൊരു ആ വീഡിയോ കാണിക്കുമ്പോൾ തന്നെ അറിയാം പുള്ളിയുടെ ആ വീഡിയോയ്ക്കകത്ത് ടാസ്ക് മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. ടാസ്കും പിന്നെ ശ്രീതുമായിട്ടുള്ള കോംബോ, അല്ലാതെ പുള്ളിയുടെ ഒന്നും കാണിച്ചിട്ടില്ല. ഇപ്പോൾ പുള്ളി ആകെപ്പാടെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജാൻമണിയായിട്ട് അർജുൻ പെർഫോം ചെയ്തതും
പിന്നെ നോറയായിട്ട് പെർഫോം ചെയ്തു. ഇത് രണ്ടും ടാസ്കിനകത്തുള്ളതാണ്, ഇത് രണ്ടും ടാസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ആ സമയം നമ്മൾ ജിൻഡോയുടെ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും പുള്ളിക്കാരൻ്റെ ഔട്ട് ഓഫ് ടാസ്ക് കുറേ കണ്ടന്റുകൾ പുള്ളി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് മൊത്തമാണ് പുള്ളിയുടെ വീഡിയോയിൽ കാണിച്ചേക്കുന്നത്. ടാസ്കുള്ള കാര്യങ്ങൾ കുറവാണ്, ജസ്റ്റ് ഗ്ലിംസ് ആയിട്ടേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ അതാണ് വ്യത്യാസം. അപ്പോൾ ഇങ്ങനെ ഒരാൾ വന്ന് ഇങ്ങനെ പെർഫോം ചെയ്തിട്ട് ഫിനാലെ വരെ സെക്കൻഡ് വരെ എത്തുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ സീസണിലും അതേ കണക്കാണ്, റെനീഷ സെക്കൻഡ് വരെ എത്തി. എന്തോ ചെയ്തിട്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം പുള്ളിക്കാരത്തിയുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് വലിയൊരു ഗെയിം ഒന്നും കണ്ടിട്ടില്ല. പുള്ളിക്കാരത്തേക്ക് ഇപ്പോഴും ബിഗ് ബോസ് എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പുള്ളിക്കാരത്തി തന്നെ ഇൻ്റർവ്യൂസിലൊക്കെ വന്ന് പുള്ളിക്കാരത്തി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇങ്ങനെ ഇരിക്കെ ഇത് ഇനിയും ഉള്ള ബിഗ് ബോസിൽ വരുന്ന കണ്ടസ്റ്റൻസ് വിചാരിക്കുമോ ഇങ്ങനെ നമ്മൾ ലവ് ട്രാക്ക് എടുത്തിട്ടാൽ? ഇപ്പോൾ കാരണം അവരുടെ ലവ് ട്രാക്ക് എനിക്ക് തോന്നുന്നില്ല അത് റിയൽ ആയിരുന്നു എന്നുള്ളത്. പക്ഷേ അത് ആ ഒരു കോംബോ, ലവ് ട്രാക്ക് ഞാൻ പറയുന്നില്ല, ആ ഒരു കോംബോ പുറത്ത് കുറേ ആൾക്കാർ, അത് ഇവിടെ ഒന്നും ഞാനങ്ങനെ വലിയ ഇട്ടായിട്ടൊന്നും കണ്ടില്ല, പക്ഷെ കുറേ ആൾക്കാർ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരുന്നു. കുറേ ആൾക്കാർ അങ്ങനെയാണ് കുറേ വോട്ട് കിട്ടിയത്. കാരണം ശ്രീധുവിൻ്റെ അർജുൻ അങ്ങനെയാണ് കുറേ വോട്ടുകൾ. ശ്രീധുവിൻ്റെ ഒക്കെ വോട്ട് ഷെയറൊക്കെ നോക്കുമ്പോൾ നമ്മൾ അന്തം വിട്ടു പോകും. പുള്ളിക്കാരത്തി ഈ ബിഗ് ബോസ് അർത്ഥത്തിൽ തന്നെ ഏറ്റവും വേസ്റ്റ് കണ്ടസ്റ്റന്റ് ഞാൻ പറയും ശ്രീധു. കാരണം ഒന്നും ചെയ്തിട്ടില്ല പുള്ളിക്കാരത്തെ, ഒന്ന് വേറൊന്ന് സംസാരിക്കുന്ന പോലെ ഞാൻ കണ്ടിട്ടില്ല. ബാക്കി എല്ലാവരും ഇപ്പം നമുക്ക് നോക്കിയാൽ എവിടെങ്കിലുമൊക്കെ വെച്ച് സംസാരിക്കുകയോ എടുക്കുകയോ എന്തെങ്കിലും ചെയ്യും. ഇപ്പോൾ ശ്രീധുവിനെ ആണെങ്കിൽ അവിടെ ബിഗ് ബോസിലുള്ള ആരും ടാർഗറ്റ് ചെയ്തതുമില്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തെ ഒരു സൈഡിൽ ചുമ്മാ അങ്ങ് ആദ്യമൊക്കെ ഫ്രീ റണ്ണായിരുന്നു. പിന്നെയാണ് ആരെങ്കിലുമൊക്കെ നോമിനേറ്റെങ്കിലും ചെയ്ത് തുടങ്ങിയത്. അങ്ങനെയാണ് നോമിനേഷനെങ്കിലും വരാൻ തുടങ്ങിയത്. അല്ലാതെ പുള്ളിക്കാരത്തെ ഒരു സൈഡിലൂടെ ചുമ്മാ അങ്ങ് പോകുമായിരുന്നു. കാരണം പുള്ളി ഒരു കണ്ടസ്റ്റൻ്റായിട്ട് ആരും ഇവിടെ കാണുന്ന പോലുമില്ല, പുള്ളി ആരും ടാർഗറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതേപോലെ ഈ നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ഋഷി ആരും ടാർഗറ്റ് ചെയ്തിട്ടില്ല, അർജുൻ ആരും ടാർഗറ്റ് ചെയ്തിട്ടില്ല, അഭിഷേകിന് ആരും ടാർഗറ്റ് ചെയ്തിട്ടില്ല, ശ്രീധുനാരും. അപ്പോൾ ഈ ടാർഗറ്റ് ചെയ്യാത്തവരൊക്കെ സേഫ് ഗെയിമേഴ്സ് ആകണ്ട. ഇപ്പോൾ ഞാൻ മനസ്സിലായില്ലേ, ഇപ്പോൾ അവിടെ കളിച്ചവരല്ല. ഇപ്പോൾ തന്നെ ഫോർ എക്സാമ്പിൾ ഗബ്രി, ഇപ്പോൾ ജിൻഡോയുടെ ഭാഗത്ത് ഒരു ഗെയിം എടുത്ത് നോക്കുവാണെങ്കിൽ ജിൻഡോ ടാർഗറ്റ് ചെയ്ത ആരൊക്കെയാണ്? നോറെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗബ്രി, ജാസ്മിൻ. ഇവർ 3 പേരെയാണ് ജിൻഡോ ടാർഗറ്റ് ചെയ്തത്. അപ്പോൾ എന്ന് വെച്ചാൽ ഇവർ 3 പേര് ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. ഇവർ 3 പേര് അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നുകൊണ്ടാണ് ജിൻഡോ അവരെ ടാർഗറ്റ് ചെയ്ത് അവരെ വെച്ച് ഗെയിം കളിച്ച്. അവർ പുറത്ത് നെഗറ്റീവ് ആയതുകൊണ്ടാണ് അവരൊക്കെതിരെ ഗെയിം കളിച്ചപ്പോഴത്തേക്ക് ജിൻഡോയ്ക്ക് പോസിറ്റീവ് ആയത്. നമ്മൾ ടാർഗറ്റ് വെക്കണമല്ലോ. അപ്പോൾ ബാക്കി എല്ലാവരെയും അവരൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ടല്ലേ അവരെയും നമുക്ക് എന്തെങ്കിലും കണ്ടന്റൊക്കെ ഉണ്ടാക്കിയെടുത്ത് പിന്നെ പോസിറ്റീവോ നെഗറ്റീവോ ആക്കാൻ പറ്റത്തുള്ളൂ. ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരെ അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ജിൻഡോയിൽ തന്നെ അവർ പിന്നെ റസ്മിനായാലും റസ്മിനെതിരെയും കളിക്കുക. വേറെ റസ്മിനും കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. ഇപ്പോൾ റസ്മിനൊക്കെ വെച്ച് നമ്മൾ ശ്രീധുവായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റസ്മിനൊക്കെ ടോപ്പ് 5 വരേണ്ട തന്നെയാണ്. കാരണം ശ്രീധു ഒന്നും ഡിസേർവിംഗ് ഇല്ല. റസ്മിനൊക്കെ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ് ആണെങ്കിൽ പോലും പുള്ളിക്കാരത്തി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സേഫ് ഗെയിമേഴ്സ് ആയിട്ട് ഒരു സ്ഥലത്ത് മൂടി പൊതിഞ്ഞിരുന്ന് ഇങ്ങനെ ഫിനാലെ വരെ എത്തിയാൽ അത് ഇനിയും വരുന്ന കണ്ടസ്റ്റൻസിന് ഒരു പ്രചോദനമാവും. മിക്കവാറും അടുത്ത സീസൺ ഇങ്ങനെ ആണെങ്കിൽ മിക്കവാറും അടുത്ത സീസൺ മഴയിലാവും. കാരണം ഈ സീസണിൽ 2 പേര് ഒഴികെ ബാക്കി എല്ലാവരും സേഫ് ഗെയിമേഴ്സ് ആയിരുന്നു. ഇപ്പോൾ ഋഷിയൊക്കെ തന്നെ, ഋഷി എന്ത് ഗെയിമാണ് കളിച്ചത്? ടാസ്ക് വരുമ്പോൾ ടാസ്ക് കളിക്കും, അല്ലാത്ത സമയം ഫുള്ളിൽ അൻസിബയുടെ കെട്ടിപ്പിടിച്ചിരുന്ന്, മീൻസ് ആ സെൻസിലല്ല, അടുത്തിരുന്ന് ചുമ്മാ വിഷമം പറയും, മുങ്ങിയും കരഞ്ഞും ഒക്കെ ഇരിക്കും. എന്തായാലും പുള്ളിക്കാരൻ ഭയങ്കര ഇമോഷണലി ഭയങ്കര വീക്കായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഋഷി. എന്തെങ്കിലും ചെറിയ കാര്യം ഉണ്ടെങ്കിൽ ഉടനെ അങ്ങ് കരഞ്ഞ് പിഴിഞ്ഞ് പുള്ളിക്ക് ആരെങ്കിലും ഒരാൾ വേണം. ഇപ്പോൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അൻസിബ പോയപ്പോൾ തന്നെ എനിക്ക് ഇവിടെ ആരും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ നിന്നെ ഞാൻ അഭിഷേകിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടല്ലേ പോകുന്നത്, ഇല്ല ഒരുമാതിരി നമ്മൾ കൊച്ചു പിള്ളേരത്ര പറയത്തില്ല, അതേപോലെ ഒരു ബിഗ് ബോസ് നമ്മൾ ഇത്ര റിയാലിറ്റി ഷോയിൽ നമ്മളെ ക്യാരക്ടറിലെത്തും. പുള്ളി ഇപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞില്ല, ഋഷി ഞാൻ ഭയങ്കര മോശമാണ് അതൊന്നും ഞാൻ പറയുന്നില്ല. പുള്ളി നല്ലൊരു വ്യക്തിയാണ്, കാരണം നൈസായിട്ടുള്ളൊരു ഹ്യൂമൻ ബീങ് ആണ്. ലൈക്ക് ഫ്രണ്ട്ഷിപ്പിനൊക്കെ വാല്യൂ കൊടുക്കുന്ന ഇമോഷണലി വീക്കായിട്ടുള്ള പേഴ്സൺ ആണ്. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ ഋഷി ഒരിക്കലും ബിഗ് ബോസിന് ആപ്റ്റായിട്ടുള്ള ഒരു വ്യക്തിയല്ലെന്ന് ഞാൻ പറയുന്നില്ല. പുള്ളി ഞാൻ ജനറലി മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. അതേപോലെ തന്നെ ഇപ്പോൾ അർജുൻ ആയാലും, അപ്പോൾ അർജുൻ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് ജയിക്കുമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ പുള്ളി ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ജയിക്കണമെന്ന്, എനിക്ക് ട്രോഫി ഒബ്വിയസ്ലി ട്രോഫി കിട്ടിയാൽ നല്ലത്, പക്ഷെ ഞാൻ അങ്ങനെ ട്രോഫി കിട്ടാൻ വേണ്ടി ഒന്നും ചെയ്തില്ല. പുള്ളി തന്നെ പറയുന്നുണ്ട്. അത് ഞാൻ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു. കാരണം ആദ്യമായിട്ടാണ് ഒരു കണക്ഷൻ അങ്ങനെ പറയുന്നത്. ട്രോഫി കിട്ടാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആക്ടിങ് ആണ്. എനിക്ക് സിനിമയിൽ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞ സിനിമയിലാണ്. അപ്പോൾ പുള്ളിക്ക് ഇപ്പോൾ സിനിമയിൽ ഒരു ഓഫറും കിട്ടി. ജിത്തു ജോസഫും ലാലേട്ടനും കൂടെ ചെയ്യുന്ന പടത്തിൽ പുള്ളിക്ക് ഒരു ഓഫറും കിട്ടി. പുള്ളി അതിൽ ഹാപ്പിയാണ്. പുള്ളിക്ക് ഇപ്പോൾ വിന്നാവാനുള്ള മേ ബി എന്തായാലും ഇത്രയും സെക്കൻഡ് വരെ എത്തിയപ്പോൾ എന്തായാലും ഒരു വിന്നായി ആ ഒരു ചെറിയ വിഷമം കാണും. പക്ഷെ എന്നാലും പുള്ളി തന്നെ പറയുന്നുണ്ട് ഞാൻ വിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒന്നും ചെയ്തിട്ടില്ലെന്ന്. പുള്ളി തന്നെ അകത്ത് പറയുന്നുണ്ട് വിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒന്നും ബിഗ് ബോസിൽ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പുള്ളി തന്നെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് അത് എനിക്ക് പുള്ളിയുടെ ഭാഗത്ത് എനിക്കൊരു ഇതായിട്ട് തോന്നി. കാരണം ഓപ്പണായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇനി വരാനുള്ള അടുത്തൊക്കെ ഞാൻ പറയുവാണ്. കാരണം നമുക്ക് സേഫ് ഗെയിം കളിച്ചൊരു മൂലയ്ക്ക് അവിടെ ഇരുന്ന് നമുക്ക് വേണമെങ്കിൽ അവസാനം വരെ എത്താം. പക്ഷേ വിൻ ചെയ്യാൻ പറ്റത്തില്ല. വിൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കാരണം ഒരിക്കലും ഒരു സേഫ് ഗെയിമർ ഒരാൾ പോയി ബിഗ് ബോസ് വിൻ ചെയ്താൽ അത് ബിഗ് ബോസ് എന്ന ഷോയ്ക്ക് ഭയങ്കര ദോഷമായിരിക്കും. കാരണം അത് ഭയങ്കര റോങ് മെസ്സേജ് ആയിരിക്കും പോകുന്നത്. അത് ഭയങ്കര അൺഫെയർ ആയിരിക്കും ആ ഒരു റിസൾട്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ റിസൾട്ടിന് മുന്നേ ഇപ്പോൾ അർജുൻ ഒരുപാട് ബോട്ടിട്ട് ജയിക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നത്, ഒരുപാട് ഷോ മേക്കേഴ്സിനെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായത്. അതുകൊണ്ടാണ് ഇവർ വോട്ട് ഷെയറായി കാണിച്ചത്. കാരണം
എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര അൺഫെയർ ആയിട്ട് ഡിസിഷൻ ആയി പോകാൻ. കാരണം ഇപ്പോൾ ഈ ശ്രീധുവിനും അർജുനും ഒക്കെ ആരായി കിടന്ന് വോട്ട് ചെയ്ത് ആർക്കും അറിഞ്ഞൂടാ. എല്ലാവരും കമന്റ് സെക്ഷനിൽ എല്ലായിടത്തും ഇപ്പോൾ ഇത് തന്നെ ആ വോട്ടിങ്ങിനെ കാണിച്ച വീഡിയോയുടെ അടിയിൽ വന്ന് കമന്റ് ഒക്കെ നോക്കിയാൽ മനസ്സിലാവും ഈ ശ്രീധുവിനും അർജുനൊക്കെ ആരായി കിടന്ന് വോട്ട് ചെയ്യുന്നതെന്നാണ് എല്ലാവരും പറയുന്നത്. ഇപ്പോഴും അതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. പക്ഷെ എന്തായാലും ഇനിയിപ്പോൾ ഇൻ്റർവ്യൂസുകളൊക്കെ വരും കുറേ. അപ്പോൾ ഇനിയും വിവാദങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ വരാം. ഓക്കെ, അപ്പോൾ ബൈ.